ഇവിടെ മണിത്തക്കാളിയുടെ ഇലയാണ് ഇവിടെ കഴുകി വെച്ചിരിക്കുന്നത്. തണ്ട് ഉപയോഗിക്കില്ല, അതിൻ്റെ ഇല മാത്രമേ എടുക്കുള്ളൂ. ആ കൊച്ചു തക്കാളി ഉണ്ട്, അതും എടുക്കാം. പക്ഷെ എനിക്ക് അതിനകത്ത് ഇതില്ലായിരുന്നു. അത് ഇല മാത്രം ഞാൻ ഇല ഒരു 3-4 പ്രാവശ്യം കഴുകി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് അരിയണം ചെറുതായിട്ട്. പിന്നെ അതിന് വേണ്ടുന്ന തേങ്ങ ഇരിപ്പുണ്ട്. ഒരു പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി, ഒരു 4-5 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഈ മണിത്തക്കാളിയെ പറ്റിയൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ അറിയാം. അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയൊക്കെ. ഇത് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ച തേങ്ങ ഇടുകയാണ്. ജീരകവും ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ എടുത്ത് വെച്ചെന്നല്ല, അത്രയും ഇടേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മതിയല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് എരിവ് അവനവൻ്റെ എരിവ് നോക്കിയിട്ട് ഇടാം. ഇനി ഇതൊന്ന് ചതച്ചുകൊണ്ട് വരാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാനിവിടെ ചീര ചെറുതായിട്ട് നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കഴുകി 3-4 പ്രാവശ്യം കഴുകിയിട്ട് നമ്മൾ അതൊരു അരിപ്പയ്ക്കകത്ത് വെച്ച് അതിന് വെള്ളം മുഴുവനും കളഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതാണ് മണിത്തക്കാളി ഇലയാണ്. ഞാൻ കാണിച്ചിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ. അതിനകത്ത് എല്ലാം വിശദീകരിച്ചു. ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചീരയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് അല്ലേ? മണിത്തക്കാളി ഒന്നും അധികം കഴിച്ചു കാണില്ലായിരിക്കും. ഞാനത് അളപ്പത്തിരിക്കുകയാണ്. എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഒഴിക്കുക. അല്പം കടുകിട്ട് താളിക്കാൻ വെച്ചു. നമ്മൾ അതിനിടയ്ക്ക് തേങ്ങയെല്ലാം കൂടെ കൊണ്ടുവന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അധികം അരയരുത്, അറിയാത്ത രീതിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. തക്കാളിയുടെ ഇല അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കടുക് പൊട്ടി നമുക്കത് ഇതിലോട്ടിടാം. കർക്കിടക മാസത്തിൽ തകര വരെ പറ്റിയ സമയത്ത് അതുപോലെ കാണാനായിട്ട് നല്ല ഇവിടെയൊക്കെ ധാരാളം കിട്ടും. തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ കേന്ദ്രം. എല്ലാവർക്കും കാണും. പക്ഷെ ഇതുപോലെ തന്നെ വേറൊരു തരം ഇലയുണ്ട്. അതെടുത്ത് പക്ഷേ വേറെ കാണിക്കരുത്. അതിൻ്റെ ഇല അതിൻ്റെ പൂന്നിട്ട് വളരെ കുഞ്ഞ് ചുവന്ന കായ വരും. അതല്ല, ഇതുപോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലെടുത്ത് കഴിച്ചാൽ അതൊക്കെ വിഷമായിരിക്കും. ഇത് മണിത്തക്കാളി എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. ഞാൻ പച്ചയിൽ ഒന്നുകൂടെ വിശദീകരിക്കാം. ഒക്കെ കിട്ടുവാണെങ്കിൽ ഒഴിക്കുകയാണ്. ഉപ്പൊക്കെ നോക്കണം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മളിപ്പോൾ ഇല വേവിച്ചപ്പോൾ കണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഇല വേവിച്ചു. പിന്നെ നമ്മൾ ഇതിലോട്ട് അരപ്പിടാൻ പോവാണ്. ചതച്ച് വെച്ച തേങ്ങ ഒന്ന് ചതച്ചാൽ മതി, അധികം അരച്ചെടുക്കരുത്. ഈ ഇലയ്ക്ക് ഒരു ചെറിയ കയ്പുണ്ട്. അപ്പം നമ്മൾ അതിനാണ് ഈ കൂടുതൽ തേങ്ങയും ഉള്ളിയും ചേർക്കുമ്പോൾ ആ കയ്പ് മാറും, നല്ല ടേസ്റ്റ് വരും. ഞാൻ ആദ്യമേ പറഞ്ഞു, ടേസ്റ്റിനേക്കാൾ നമുക്ക് ഗുണമാണ് നോക്കേണ്ടത്. പ്രത്യേകിച്ചും ഈ കർക്കിടകത്തിലൊക്കെ വെജിറ്റേറിയൻസിന് പറ്റിയ കറികളാണ് ഇതൊക്കെ. നമുക്കിതൊന്ന് നോക്കാം. ഇത് നല്ല സ്വാദും ടേസ്റ്റും ഉണ്ട്. അതേസമയം തന്നെ വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള നല്ല ഒരു ചീരത്തോരൻ. ചീര എന്ന് വെച്ചാൽ മണിത്തക്കാളിയുടെ കണ്ടോ. എന്താണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലോട്ട് നല്ലതാണ്. ഇത് ആരോഗ്യപ്രദമായ ഒരു കറിയാണ്. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റും. എല്ലാ മാസത്തിലും കഴിക്കാം. എന്നാലും കർക്കിടക മാസത്തിൽ കുറച്ച് ഇലകൾക്ക് കുറച്ചുകൂടി ഗുണമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.
നമസ്കാരം.